സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീക്വൻസിനെ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? കൂട്ടാനായിട്ട് പോവുക കേട്ടോ. അപ്പൊ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, മനസ്സിലാക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും സമ്മിന്റെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഇൻട്രൊഡക്ഷൻ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തോ? നാച്ചുറൽ നമ്പർ 1 +2 +3 ഇങ്ങനെ പോവുക. ഏതാണ്ട് 10 വരെ പോകുന്നു. +10 വരെ. ഇതാണ് നാച്ചുറൽ നമ്പർ അല്ലേ? ഇതിന്റെ സം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നാച്ചുറൽ നമ്പറിന്റെ സം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും 1 മുതൽ തുടങ്ങുന്നതായിരിക്കണം. 2 മുതലോ 3 മുതലോ തുടങ്ങുന്നതല്ല. 1 മുതൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സം എടുക്കാൻ ചോദിച്ചാൽ ഇക്വേഷൻ ഉണ്ട്, എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. n × n + 1/2. n × n + 1/2. n × n + 1/2. ഇതാണ് എന്ത് കണ്ടുപിടിക്കാൻ? നാച്ചുറൽ നമ്പർ. 1 മുതൽ 10 വരെ ആണെങ്കിലും 1 മുതൽ 20 വരെ ആണെങ്കിലും 1 മുതൽ 50 വരെ ആണെങ്കിലും 1 മുതൽ 100 വരെ ആണെങ്കിലും 1 മുതൽ 1000 വരെ ആണെങ്കിലും എത്ര അതിന്റെ എത്ര കൂട്ടിയാലും സമ്മ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പൊ വാട്ട് മീൻ? n എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എണ്ണം 1 മുതൽ 10 വരെ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം. മനസ്സിലായി? ഇപ്പൊ 1 മുതൽ 20 വരെ ആണെങ്കിലോ 20. 1 മുതൽ 50 വരെ ആണെങ്കിലോ? മനസ്സിലായോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എന്നിനകത്തോട്ട് നമ്മൾ ഈ 10 ഇട്ട് കൊടുക്കുന്നു. കണ്ടോ? ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വീണ്ടും എന്നിനകത്തോട്ട് 10 ഇട്ട് കൊടുക്കുന്നു. +1 അതേപോലെ ബാക്കിയുള്ളതെല്ലാം അതേപോലെ തന്നെ എഴുതണം. ഇതാണ് റൂളുകൾ. ഇനി നോക്കിയേ, ആദ്യം ബ്രാക്കറ്റിൽ കിടക്കുന്നതല്ലേ ആഡ് ചെയ്യേണ്ടത്. 10 + 1 എത്ര? അപ്പൊ 10. ഈ ബ്രാക്കറ്റിന്റെ അർത്ഥം എന്താ? ഇൻറ്റു. അപ്പൊ 11/2. 11ഉം 10ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോ എത്ര കിട്ടും? 110/2. 110ന്റെ പകുതി എത്ര? 55. അപ്പൊ ഇതിന്റെ ഇത് 1 മുതൽ 10 വരെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 55 കിട്ടും. അത്രേ ഉള്ളൂ. ഇതേപോലെ 100 100ന്റെ ഒക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. 1 to 100, 1 to 2 to എന്ന് പറഞ്ഞെടുക്കരുത്, കിട്ടത്തില്ല. നാച്ചുറൽ നമ്പറിന്റെ ഇക്വേഷനിൽ 1 മുതൽ തുടങ്ങിയ എല്ലാം തുടക്കം മുതലേ വരണം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഈവൻ നമ്പർ. ഈവൻ നമ്പർ ഏതൊക്കെയാന്ന് പറഞ്ഞേ? എവിടെ മുതലാ തുടങ്ങുന്നേ? 2 മുതൽ 2 + 4 + 6 + ഇങ്ങനെ പോകും. ഏതാണ്ട് 50 വരെ നമ്മളിപ്പോ എടുക്കുന്നു. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ തുടക്കം എവിടുന്ന് ആയിരിക്കണം? 2. 4-ന്നോ 6-ന്നോ തുടങ്ങിയ ഇക്വേഷൻ ഉപയോഗിക്കരുത്. ഈ എഴുതാൻ പോണ ഇക്വേഷൻ. നാച്ചുറൽ നമ്പറിന്റെ ഇക്വേഷൻ ഏതിൽ തുടങ്ങണം? 1-ന്ന് തുടങ്ങണം. ഈവൻ നമ്പർ 2-ന്ന് തുടങ്ങണം. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇക്വേഷൻ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഈ 2 അങ്ങ് മാറ്റിയാൽ മതി. അപ്പൊ ഇക്വേഷൻ എന്ത് വരും? n × n + 1. സിമ്പിൾ. അപ്പൊ എങ്ങനെ വരും? ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? അവിടെ തെറ്റുന്ന അതാണ് പലർക്കും തെറ്റുന്നത്. 50 എന്ന് എഴുതി വെക്കും. n = 50 എന്ന് എഴുതി വെച്ചാൽ തെറ്റാ. കാരണം ഒരെണ്ണം വിട്ടുവിട്ടല്ലേ പോകുന്നത്. അപ്പൊ പിന്നെ 50 വരുമോ? കോമൺ സെൻസ് ചിന്തിക്കണം. അപ്പൊ എത്ര എണ്ണം വരും? 25 വരും. എത്ര വരും? 25. എന്നിന് പകരം എത്ര കൊടുക്കണം? 25. 25 + 1. ആൻസർ ഈസ് 25 × 26. ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇതിന്റെ ആൻസർ കിട്ടും. ഈവൻ നമ്പറിന്റെ ടോട്ടൽ എത്രയാണെന്നുള്ളത് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 മുതൽ തുടങ്ങുന്നു. ഓരോന്ന് വിട്ടാൽ പോകുന്നത് 50 എന്നെടുത്ത് എഴുതി വെക്കരുത്. എന്ന് വരുന്ന അതിന്റെ പകുതി 25 ആയിരിക്കും വരുന്നത്. ക്ലിയർ അല്ലേ? ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതിന്റെ ഈവൻ നമ്പറിന്റെ മൊത്തം സമ്മ് കിട്ടും. ഇതേപോലെ എത്ര സമ്മ് വേണമല്ലോ, പക്ഷെ 2 തുടങ്ങണമെന്നാണ്. 2 തുടങ്ങി എവിടം വരെ ഉള്ള ഈവൻ നമ്പറിന്റെ ആണെന്നുണ്ടെങ്കിൽ സമ്മ് കിട്ടാൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി എത്ര വരും? എങ്ങനെ എൻഡ് ചെയ്യാം? 26 × 25. 6 5s are 33. 5 2s are 10 + 3 30. 6 2s are 12. 1 2 2s are 4 + 5 0 5 6 650 ആണ് ആൻസർ വരുന്നത്. അത്രേ ഉള്ളൂ കാര്യം. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ഓഡ് നമ്പർ. ഓഡ് നമ്പർ തുടങ്ങുന്നത് എവിടുന്നാ? 3 എന്നാണ് തുടങ്ങുന്നത്. 1
1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് ഇങ്ങനെ പോയി എവിടം വരെ 49 വരെ ഇപ്പൊ എടുക്കുന്നു. എവിടം വരെ ആണെങ്കിലും എടുക്കാം. 49 വരെ എടുക്കുന്നതേ ഉള്ളൂ. 99 വരെ എടുക്കാം. എടുക്കുമ്പോൾ 100 വരെ എടുക്കരുത്, അത് ശ്രദ്ധിക്കണം. അപ്പോ 1 മുതൽ 49 വരെ. അപ്പൊ ഇനി ഇതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? n സ്ക്വയർ എന്ന്. എന്താ ഇക്വേഷൻ? n സ്ക്വയർ. അത്രേ ഉള്ളൂ. ഓഡ് നമ്പറിന്റെ സമ്മ് കണ്ടുപിടിക്കുവാനുള്ള ഇക്വേഷൻ n സ്ക്വയർ. അപ്പൊ n എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ആയിരിക്കും? എത്ര വരും? 25 അല്ലേ? 49 വരാണല്ലോ. ഒരെണ്ണം വിട്ടല്ലേ പോന്നേ. 2 ഉണ്ടോ? ഓറില്ല. നേരത്തെ ഈവൻ നമ്പർ പറഞ്ഞതുപോലെ ഈവൻ നമ്പറിന്റെ എണ്ണം എത്രയാ? 25. ഓഡ് നമ്പറിന്റെ എണ്ണം എത്രയാ? 25 ആയിരിക്കും അല്ലേ? അപ്പൊ മൊത്തം എത്ര വരും? 25. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ടോട്ടൽ നമ്പർ നാച്ചുറൽ നമ്പർ പോലെ 25 ആയിരിക്കും അല്ലേ? അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ n സ്ക്വയർ എങ്ങനെ കൊടുക്കും? 25ന്റെ സ്ക്വയർ. 25ന്റെ സ്ക്വയർ എത്രയാ? 625. 625. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആയില്ല? അപ്പൊ 1 to 99 വരാണെന്നുണ്ടെങ്കിലോ 1 to 99 വരാണെന്നുണ്ടെങ്കിൽ എത്ര ആയിരിക്കും? 99 ആയിരിക്കും. പിന്നെ എത്ര? ആ മനസ്സിലായോ? അത് നോക്കിയിട്ട് അതിന്റെ സ്ക്വയർ എടുക്കണം. ക്ലിയർ ആയ പറഞ്ഞ കാര്യം. പക്ഷെ ഇവിടെ 1 മുതൽ തുടങ്ങണം. അല്ല 3ഓ 5ഓ മുതൽ തുടങ്ങി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കരുത്. ആദ്യം അത് മനസ്സിലാക്കണം. നാച്ചുറൽ നമ്പർ തുടങ്ങേണ്ട ഏതിന്ന? 1 മുതൽ. ഈവൻ നമ്പർ തുടങ്ങേണ്ടത് 2 മുതലായിരിക്കണം ഈ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ. ഓഡ് നമ്പർ ആണെങ്കിൽ 1 മുതൽ തുടങ്ങണം. മനസ്സിലായോ? ഇനി അല്ലാതെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലോ 3 മുതലോ 5 മുതലോ 4 മുതലോ 6 മുതലോ ഒക്കെ തുടങ്ങുകയാണെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. മനസ്സിലായോ? ഇതിപ്പോ നേരിട്ട് ആദ്യം മുതലേ തുടങ്ങുവാണെങ്കിൽ ഈ ഇക്വേഷൻ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? സെറ്റ് 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 നോക്ക് കേട്ടോ. എന്താ നിങ്ങളോട് അതെന്താ? ക്ലിയർ ആണോ മോനെ? നോക്കിയിട്ട് വേണം മോന്റെ തല താഴെ ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. ബ്ലറർ വരുവാണെങ്കിൽ നോക്കണം. ബാക്കി സൈദലി സജീവൻ അത് ശ്രദ്ധിക്കാം ബ്ലറർ ഉണ്ടെങ്കിൽ. അപ്പൊ ഓക്കെ ശരി. അപ്പോ 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 50 വരെ തന്നിട്ടുണ്ട്. ഇതിനെ കണ്ടുപിടിക്കാൻ, ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതെന്തുകൊണ്ടാ? അതിനൊരു തുടക്കമില്ല. തുടക്കം വരണം. ഒന്നുകിൽ 1 മുതലായിരിക്കണം നാച്ചുറൽ നമ്പർ ആണെങ്കിൽ. ഈവൻ നമ്പർ ആണെങ്കിൽ 2 മുതലായിരിക്കണം. ഓഡ് നമ്പർ ആണെങ്കിൽ 1 മുതലായിരിക്കണം. ഇങ്ങനെ വരണം. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻ ആണ് സമ്മ് കണ്ടുപിടിക്കാൻ. Sn is equal to n/2 xn plus x1. n/2 into xn plus x1 എന്ന് പറയുന്ന ഇക്വേഷൻ. വേറൊരു ഇക്വേഷൻ ഉണ്ട്. n/2 into 2a plus n minus 1 into d. n/2 into 2a plus n minus 1 into d എന്ന് പറയുന്ന ഒരു ഇക്വേഷനും ഉണ്ട്. n/2 xn plus x1 എന്ന് പറയുന്ന ഒരു ഇക്വേഷനും ഉണ്ട്. ഇതായിരിക്കും ചെയ്യാൻ എളുപ്പം. നിങ്ങളെല്ലാം പഠിപ്പിച്ച ഇതായിരിക്കും സ്കൂളുകളിൽ അല്ലേ? ഈ ഇക്വേഷൻ പഠിപ്പിച്ചും കാണത്തില്ല. ഓക്കെ സെറ്റ്. അപ്പൊ ഇത് വെച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അത് അവിടെ കിടക്കട്ടെ, അതിന്റെ ഒരു ഉപയോഗം പറഞ്ഞു തരാൻ. അപ്പൊ ഇത് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പറാണ്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. n എന്ന് പറഞ്ഞാൽ എത്ര സീക്വൻസ്, എത്ര നമ്പർ അതിലുണ്ട്. 3 മുതൽ 50 വരെ എത്ര നമ്പർ ഉണ്ട്? 50 എണ്ണം ഉണ്ടോ? ഇല്ല. 1 മുതൽ 1 50 ആകും. അപ്പൊ അത് കണ്ടുപിടിക്കാൻ, നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാവോ? എന്താണ് നമ്പർ ഓഫ് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എന്താ? എത്ര നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ആ ഇക്വേഷൻ ആണ്. ഇതിനെ ഒന്ന് മൈനസ് ചെയ്യണം.
xn മൈനസ് x1 കണ്ടോ സിമ്പിൾ ഡിവൈഡഡ് ബൈ d പ്ലസ് 1. ഇക്വേഷൻ എന്താ? xn മൈനസ് x1 ബൈ d പ്ലസ് 1. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ടെന്ന് കിട്ടും. ഇത് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇക്വേഷൻ? എവിടെയാ? നമ്മൾ ചെക്ക് ചെയ്യുന്നതിനകത്ത് പഠിച്ചില്ലേ? ആ ഇക്വേഷൻ എടുത്ത് ഉപയോഗിച്ചാൽ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കിട്ടും. എത്ര ടേം ആണ് ഉണ്ടെന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? അപ്പൊ നോക്കി xn എന്ന് പറഞ്ഞാൽ അവസാനത്തെ നമ്പർ xn. x1 എന്ന് പറഞ്ഞാലോ ആദ്യത്തെ. അത് വേണമെങ്കിൽ സൈഡിലോട്ട് എഴുതിക്കണം നിങ്ങൾ. xn is equal to 50, x1 is equal to 3. പിന്നെ d വേണം നമുക്ക്. d എത്രയാ? ഇതിൽ ഇത് പറയുന്നത് എത്രയാ? 1. സെറ്റ് അല്ലേ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ചുമ്മാ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് അതേപോലെ കൊടുക്കുക. xn എന്ന് പറഞ്ഞാൽ 50, xn ന് പകരം 50 ഇട്ട് കൊടുക്കുക. x1 ന് പകരം 3 ഇട്ട് കൊടുക്കുക. d ക്ക് പകരം 1 ഇട്ട് കൊടുക്കുക. പ്ലസ് 1 അതേപോലെ കൊടുക്കുക. 50 ന്ന് 3 കുറച്ചാൽ 47. 47 ബൈ 1 47 പ്ലസ് 1 is equal to 47. അപ്പൊ നമ്പർ ഓഫ് ടേംസ് നമുക്ക് കിട്ടി കഴിഞ്ഞു 48. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഈ n-നെ എടുത്ത് എവിടെ ഇട്ട് കൊടുക്കണം? ഈ 48 ഇവിടെ n-ന് പകരം 48 എടുത്ത് കൊടുക്കുന്നു. xn-ന് പകരം 50 കൊടുക്കുന്നു. x1-ന് പകരം 3 കൊടുക്കും. അപ്പൊ നമുക്ക് സം കിട്ടും. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച എന്താ? നമ്പർ ഓഫ് ടേം. അതായത് 3 മുതൽ 50 വരെ എത്ര നമ്പർ ഉണ്ട്? 48 നമ്പർ ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടി? നമ്പർ ഓഫ് ടേംസ് 48. ഇനി ഇത് റബ്ബ് ആണ്. അപ്പൊ നമ്പർ ഓഫ് ടേംസ് 48 കിട്ടി. ഇനി ഇതെടുത്ത് നമ്മൾ ഈ ഇക്വേഷനിലോട്ട് ഇടുവാണ്. n-ന് പകരം എത്ര കൊടുക്കുക? 48 ബൈ 2. xn എന്ന് പറഞ്ഞാൽ ആരാ? 50 ലാസ്റ്റ് പ്ലസ് x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്. 48ന്റെ പകുതി എത്രയാ? 24 ഇൻറ്റു ബ്രാക്കറ്റ് മാറ്റാൻ വേണ്ടി ഇൻറ്റു കൊടുക്കുന്നു. 50 പ്ലസ് 3 എത്ര? 53. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ നമുക്കുള്ള സമ്മായി 53 ഇൻറ്റു 24. 3 4s are 12, 5 4s are 20, 21, 3 2s are 6, 5 2s are 10, 2 7, 2 1, 1272. ഇതാണ് ആൻസർ. ഇത്ര ഉള്ളൂ സമ്മ. 3 മുതൽ 50 വരെയുള്ള സമ്മ എത്രയാണ്? 1272 ആണ് കിട്ടുന്നത്. ക്ലിയർ ആയില്ലേ? ഇതാണ് സിമ്പിൾ വേ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആദ്യം എന്ത് കണ്ടുപിടിക്കണം? n കണ്ടുപിടിക്കണം. പിന്നെ സമ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൊടുക്കണം. ഈ രണ്ട് ഇക്വേഷൻ മനസ്സിലായോ? എഴുതി. ഇവിടെ നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ നിന്ന് ഇതിന്റെ പ്രശ്നം എന്താ? എന്തില്ല? ലാസ്റ്റ് ടേം ഇല്ല. നേരത്തെ എന്തുണ്ടായിരുന്നു? ലാസ്റ്റ് ടേം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ മനസ്സിലായല്ലോ. ഇപ്പൊ ലാസ്റ്റ് ടേം ഇല്ല. അപ്പൊ ഇവർ വേറൊരു സാധനം തരും നമുക്ക്. എത്ര ടേംസ് ഉണ്ടെന്ന് തരും. നമ്പർ ഓഫ് ടേംസ് 48 എന്ന് നമുക്ക് തരും. അപ്പൊ നമുക്ക് രണ്ട് ഐഡിയ ഉണ്ട്. എന്തൊക്കെയുണ്ട് ഇതിനകത്ത്? നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. എന്തുണ്ട്? n ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 48 ഉണ്ട്. x1 ഉണ്ട്. x1 എത്രയാ? 3 ഉണ്ട്. ഇനി സമ്മ കണ്ടുപിടിക്കണം. സമ്മ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? xn വേണം. xn ഉണ്ടോ? ഇല്ല. xn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലാസ്റ്റ് ടേമാ, നമ്പർ ഓഫ് ടേം അല്ല. അവിടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന സംഭവം അതാണ്. നമ്പർ ഓഫ് ടേമും ലാസ്റ്റ് ടേമും xn എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഓൾറെഡി ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു. ടേം നമ്പർ ഓഫ് ടേം എന്ന് പറഞ്ഞാൽ എത്ര? 3 മുതൽ 48 വരെയുള്ള എണ്ണം. മനസ്സിലായില്ലേ? അതാണ് നമ്പർ ഓഫ് ടേം. xn എന്ന് പറഞ്ഞാൽ എന്താ? ലാസ്റ്റ് ടേം. xn എന്ന് പറഞ്ഞാൽ എന്താ? ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേം നമ്പർ ഓഫ് ടേം ഒന്നാണോ? അല്ല. ക്ലിയർ അല്ലേ? 1 3 5 49. ഇതിൽ എത്ര നമ്പർ ഉണ്ട്? ടോട്ടൽ ടേംസ് എത്ര ഉണ്ട്? നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ട്? 25. നമ്പർ ഓഫ് ടേംസ് 25. ലാസ്റ്റ് ടേം ഏതാ ഇതിനകത്ത്? 49. കണ്ടോ? ഇതാണ് വ്യത്യാസം. 48 എണ്ണം ഉണ്ടെന്ന്. ഇതിനകത്ത് ഇപ്പൊ എത്ര എണ്ണം കാണാം നിങ്ങൾക്ക്? 3 എണ്ണം കാണാം. അങ്ങനെ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 48 എണ്ണം ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് കാണണം? അപ്പോ ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേം കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് xn is equal to a plus n minus 1 into d. ഇതാണ് ഇക്വേഷൻ. ഇക്വേഷൻ എന്താ? a plus n minus 1 into d. കണ്ടായിരുന്നോ? എവിടെയാ?
നേരത്തെ സമ്മ തന്നില്ലേ? ആ ഇക്വേഷൻ എന്ത് വരുന്നു? n/2 2a plus n minus 1 into d. ആ 2 അങ്ങ് മാറ്റി കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക? n minus 1 into d എന്നാ. കണ്ടാ? കണ്ടാ? നേരത്തെ നമ്മൾ എഴുതിയില്ല ഒരു ഇക്വേഷൻ. n/2 എന്ത് കണ്ടുപിടിക്കാൻ? സമ്മ കണ്ടുപിടിക്കാൻ. n/2 2a plus n minus 1 into d എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചില്ലേ? അതിനകത്ത് ഈ a മുതൽ ഇതല്ലേ വരുന്നത്, 2 അങ്ങ് മാറ്റിയാൽ മതി. കണ്ടോ? അപ്പൊ ലാസ്റ്റ് ടേമും ആ നമ്പർ ഓഫ് ടേമും കൂടി ചേർന്ന് വരുന്ന ഇക്വേഷൻ ആണ് ഏത് ഇക്വേഷൻ? ഈ സമ്മിന്റെ ഇക്വേഷൻ. ലാസ്റ്റ് ടേം ഇല്ലാത്ത സമയങ്ങളിൽ ഈ ഇക്വേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രത്യേകം എഴുതി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ഒരുമിച്ച് അങ്ങ് പിടിക്കാം. ഇനി അതല്ല വേണ്ടാന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ സമ്മിന്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി ഇത് വേണ്ട ഇക്വേഷൻ എന്ന് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ മെത്തേഡ് ഉണ്ട്. നിങ്ങൾ പഠിച്ച മെത്തേഡ് ഏതാ? ആൽജിബ്രിക് എക്സ്പ്രഷന്റെ മെത്തേഡ് ഉണ്ട്. അത് വേണമെങ്കിൽ അത് എഴുതാം. എന്തോ ഇക്വേഷൻ? xn is equal to dn plus minus d. ആദ്യം നിങ്ങൾ പഠിച്ചതിനകത്ത് ഞാൻ ചെയ്തു തരാം എങ്ങനെയാണ്. xn എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം എത്ര ടേം ഉണ്ട്? 48. അപ്പൊ 48ാമത്തെ ടേമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. കണ്ടോ? ശ്രദ്ധിക്കണേ പറയുന്നത്. നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ട്? 48. 48ാമത്തെ ടേമാണ് കണ്ടുപിടിക്കാനുള്ളത്. നമ്പർ ഓഫ് ടേംസ് 50 ആണെങ്കിൽ എത്രാമത്തെ ടേമാ കണ്ടുപിടിക്കാനുള്ളത്? 50. അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ കൊടുക്കേണ്ട എത്രാമത്തെ ടേമാ? 48ാമത്തെ ടേം കണ്ടുപിടിക്കണം. അതിന് കോമൺ ഡിഫറൻസ് എത്ര? ഇവിടെ 3 1 1n അല്ലേ? പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ എത്രയാ? 3 മൈനസ് 1. ദാറ്റ് മീൻസ് 1n പ്ലസ് 3 1 കുറച്ചാൽ 2. ദാറ്റ് മീൻസ് എന്ത് വരും? n plus 2 എന്ന് വരും അല്ലേ? എന്ത് വരും? n plus 2 എന്ന് പറയും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കേണ്ടത് നമ്പർ ഓഫ് ടേം എത്ര വരും എന്നല്ലേ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ n plus 2, ഈ n എന്ന് പറഞ്ഞാൽ എത്രയാ? 48 അല്ലേ? n എന്ന് പറഞ്ഞാൽ എത്രയാ? 48. അപ്പൊ നമുക്ക് 48 കൊടുക്കാം. 1 into n വരെ 48 plus 2. 48 into 1 എത്ര? 48. 48 plus 2 എത്ര? 50. അപ്പൊ ലാസ്റ്റ് ടൈം ഇവിടെ എത്ര വരും? മനസ്സിലായോ? പിടികിട്ടിയ? അപ്പൊ ഇത് വേണോ ഇത് വേണോ? രണ്ടാമത്തെ മതി. രണ്ടാമത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, എന്റെ അടുത്ത് കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി? അപ്പൊ നമ്മൾ രണ്ടാമത്തെ എടുക്കണം. ഈ 2 ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ ഏതാണോ അക്സെപ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എഴുതാം. ആദ്യത്തെ ഇക്വേഷൻ a plus n minus 1 into d. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽജിബ്രിക് എക്സ്പ്രഷനിൽ ഇട്ട് കൊടുത്ത് നമ്മൾ ചെയ്യും. 49 48 ഇട്ട് കൊടുത്താൽ 48 ഇട്ട് കൊടുത്ത് നമുക്ക് ഇവിടെ ചെയ്യാം. പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? 48ാമത്തെ ടേം ആൽജിബ്രിക് എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനകത്തോട്ട് നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? n ഇട്ട് കൊടുക്കുന്നു. അതേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് 50 കിട്ടി. നമ്മൾ ചെയ്തത് മനസ്സിലായോ? അപ്പൊ നമുക്ക് ടേം കിട്ടിയില്ലേ? ഇനി നമ്മുടെ ഇക്വേഷൻ ഏതാ? സമ്മിന്റെ ഇക്വേഷൻ Sn is equal to n/2 xn plus x1 അല്ലേ? n എത്രയാ? നമ്പർ ഓഫ് ടേം. തിരിഞ്ഞു പോരും. നമ്പർ ഓഫ് ടേം എത്രയാ? 48. xn എത്രയാ? 50. അപ്പൊ xn അവിടെ കൊടുക്കുന്നത് 48/2. xn ന് പകരം എന്ത് കൊടുക്കുക? 50 പ്ലസ് ഫസ്റ്റ് ടേമിന് പകരം 3. കേട്ടോ? കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ ആയില്ലേ? മനസ്സിലായോ പറഞ്ഞ കാര്യം? നോക്കാം, എല്ലാവരും നോക്കാം. ഇപ്പൊ നമ്മൾ പഠിച്ചത് സമ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു അല്ലേ? എന്താ ഇക്വേഷൻ പഠിച്ചത്? n/2 xn plus n/2 xn plus xn മൈനസ് പോയി n/2 xn plus x1 സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി xn കണ്ടുപിടിക്കാൻ xn എന്ന് പറഞ്ഞാൽ എന്താ? ലാസ്റ്റ് ടേം. xn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 2dn plus f minus d. നമ്മുടെ ആൽജിബ്രിക് എക്സ്പ്രഷന്റെ ഇക്വേഷൻ. ഇനി നമ്പർ ഓഫ് ടേം കണ്ടുപിടിക്കാനോ? നമ്പർ ഓഫ് ടേം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ പഠിച്ചത്? xn minus x1 by d plus 1
ഉണ്ടോ? ഇതാ ഇവിടെ ഈ എക്സ് എൻ മൈനസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ എന്ത് കണ്ടുപിടിക്കാനാ? നമ്പർ ഓഫ് ടേം. അപ്പൊ എത്ര ടേം ഉണ്ടെന്ന് നമുക്ക് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കണം എല്ലാവരും. നമ്പർ ഓഫ് ടേം, എത്ര ടേം ഒരു സീക്വൻസിൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് ഇത്. ഇത് ലാസ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കാനാണ് ഇതെന്ന് പറഞ്ഞത് സമ്മ് കണ്ടുപിടിക്കും. ഇത് മൂന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സമ്മുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ? ഈ ഇക്വേഷൻ ഒന്ന് എല്ലാവരും ഒന്ന് എഴുതിയിടണം. ഒരു ബോക്സ് വരച്ച് ഒന്ന് എഴുതിയിടണം. എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ഇതൊന്ന് പഠിക്കണം, എങ്കിലേ ഗുണം ഉണ്ടാവും. ഇത് പഠിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ വരുന്നത് പഠിക്കാനായിട്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇത് ഇക്വേഷൻ ഒരു ബോക്സിൽ വരച്ചിടുക. എല്ലാവരും വരച്ചിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ ക്വസ്റ്റ്യനും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പേജ് നമ്പർ 71 ആ ഒന്നാമത്തെ സെറ്റും രണ്ടാമത്തെ സെറ്റും, ഫസ്റ്റും ആൻഡ് സെക്കൻഡും ഒന്ന് ചെയ്ത് നോക്കുക. അതിന്റെ നിങ്ങൾ ചെയ്ത് നോക്കണം, കറക്റ്റ് കിട്ടിയോ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വീഡിയോ അടുത്ത പാർട്ടി നമ്മൾ ഇടുന്നതായി. ഓക്കെ.